ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പത്മകുമാറിലേക്ക് നീങ്ങുമ്പോഴും വിവാദം ആളിക്കത്തുമ്പോഴും ഉടൻ നടപടി വേണ്ടെന്ന നിലപാടിലായിരുന്നു CPIM. പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് കുറ്റവാളിയാകില്ലെന്ന ന്യായം നിരത്തിയ നേതാക്കൾ പലതവണ പ്രതിരോധ കോട്ട തീർക്കുന്നത് നമ്മൾ കണ്ടു. പത്മകുമാർ പാർട്ടിക്കെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തുമോ എന്ന ആശങ്കയും നടപടി വൈകാൻ കാരണമായി. നടപടിയിലേക്ക് പാർട്ടി കടക്കുമ്പോൾ പത്മകുമാറിന്റെ തുടർ നീക്കങ്ങൾ ഇനി എന്തായിരിക്കുമെന്നാണ് ആകാംക്ഷ. പത്മകുമാറിന് എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ളത്? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻപ് സൂചിപ്പിച്ച ദൈവതുല്യൻ ആരെന്നതിനും പത്മകുമാർ ഉത്തരം നൽകുമോ? ജയിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല. ഞാൻ ജയിൽ കിടക്കാതെ ആരായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞ മനസ്സിലായില്ലേ? ജയിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം നടപടിയെടുക്കില്ലോ. ഇക്കാര്യത്തിൽ നടപടിയെടുക്കും. ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എന്ത് സംശയം? ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരവുമാവാം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കില്ല. ആവശ്യമായ നിലപാടുകളും നടപടിയും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIM-ൻ്റെ ഒരു പാർട്ടി മെമ്പർ ഉൾപ്പെടെയുള്ള ഒരാളെയും ഞങ്ങളതിൽ നിന്ന് സംരക്ഷിക്കില്ല. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും അവരുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം പ്രത്യേക സംഘം നടത്തുകയാണല്ലോ. നടത്തട്ടെ. ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ചില ആൾക്കാർക്ക് ചിലരുടെ രക്തം വേണം. അങ്ങനെ ഒരു രക്തം കൊടുക്കാൻ ഇവിടെ ആളില്ല. അഴിമതി നടത്താൻ ഞങ്ങൾ നടത്തിയിട്ടില്ല. UDF-ന്റെ കാലത്ത്, കഴിഞ്ഞ കാലത്ത് ദേവസ്വം ഭരണത്തെ എങ്ങനെയാണോ ഉപയോഗിച്ചത് ആ രൂപത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചു എന്നാണ് അവരുടെ ധാരണ. ദൈവതുല്യരായി നമ്മൾ കരുതുന്ന ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് പിണറായി വിജയനാണോ ദൈവതുല്യൻ, അതോ VN വാസവനാണോ, കടകംപള്ളി സുരേന്ദ്രനാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇവരാരും അല്ലാത്ത ചില ദൈവതുല്യന്മാരുണ്ട്. അത് പിന്നെ അന്വേഷണം കഴിഞ്ഞിട്ട് പറയും. TV പ്രസാദ്, നമ്മൾ MV ഗോവിന്ദൻ മാഷിനെയും പത്മകുമാറിനെയും ഒക്കെ പഴയ ചില പ്രതികരണങ്ങൾ കേൾക്കുകയായിരുന്നു. അന്ന് പ്രതിരോധ കോട്ട തീർത്തിരുന്നു പത്മകുമാറിന്. അന്തിമ കുറ്റപത്രം സമർപ്പിക്കട്ടെ, എന്നിട്ട് മതി നടപടി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ തോമസ് ഐസക് റിപ്പോർട്ട് ചെയ്തത് നോക്കൂ. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കേരളം മുഴുവൻ തോൽവിക്ക് കാരണമായി എന്നതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ സസ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ പുറത്താക്കലിലേക്ക് പോവുകയാണ്. അപ്പോഴും പാർട്ടിക്ക് ആശങ്കയുണ്ട്. ഈ പറയുന്ന ദൈവതുല്യരാര്, മറ്റ് ഇടപെടലുകൾ എന്തുണ്ടായി, ഉന്നതനാര്, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊക്കെ ഒരു വെളിപ്പെടുത്തൽ പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? പാർട്ടി പ്രതിരോധത്തിലാക്കുമോ എന്നത് എന്തായാലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പത്മകുമാർ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? ഉറപ്പായും വിനീത, അത് തന്നെയാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോഴാണ് ആ ശബരിമലയിൽ യുവതികളെ കയറ്റിയ സംഭവം ഉണ്ടായത്. യുവതികളെ കയറ്റിയത് പോലീസ് സംരക്ഷണയിലാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് കയറ്റിയത്, ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എങ്ങനെയാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ അവർ ശബരിമലയിലേക്ക് എത്തിയത്, അതിന്റെ എല്ലാം ഉത്തരം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനടുത്തുണ്ട്. അതുകൂടാതെ ചില കാര്യങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും പത്മകുമാറിന് അറിയാം എന്നുള്ള കാര്യമാണ് പാർട്ടി അതിനെ ഭയക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. തുടക്കം മുതൽ തന്നെ ഇക്കാര്യം മാധ്യമങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറിയോട് അടക്കം ചോദിച്ചിരുന്നു. അന്നെല്ലാം പറഞ്ഞത് നേരത്തെ വിനീത പറഞ്ഞതുപോലെ കുറ്റപത്രം വന്നില്ലല്ലോ എന്നായിരുന്നു. ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണമടിച്ചു കൊണ്ടുപോയ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുമ്പോഴും നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിക്കൂടാ എന്നുള്ളതാണ്. നടപടിയെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പത്മകുമാർ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടുത്തെ പാർട്ടിക്കോ മുന്നണിക്കോ താങ്ങാവുന്നതിൽ അപ്പുറമായാൽ വലിയ ബുദ്ധിമുട്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നടപടിയിലേക്ക് പോകാതിരുന്നത് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങ് താഴെ ബ്രാഞ്ച് മുതൽ മുകൾ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ശബരിമല സ്വർണ്ണക്കൊള്ള തോൽവിക്ക് പ്രധാന കാരണമായി സഖാക്കൾ കാര്യകാരണം പറഞ്ഞ് നിരത്തുന്ന സമയത്ത് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുത്തൽ നടപടികളിലേക്ക് പാർട്ടി കടക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്ര വലിയ വിമർശനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിൽ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ നടപടികളിലേക്ക് പാർട്ടി പോകുന്നത്. കടുത്ത നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പത്മകുമാർ നടപടിക്ക് ശേഷം എന്തെങ്കിലും പുറത്തു പറയും എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിനീത, ശരി. TV പ്രസാദ് ചേരുന്നു. ആണ് വിശദാംശങ്ങൾ നൽകിയത്. ആത്മകഥയുടെ രൂപത്തിലാകുമോ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ എന്നാണ്
അറിയേണ്ടത് സമ്മർദ്ദതന്ത്രമാണോ എന്നതാണ്. വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത്. അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കും. പത്മകുമാറിനെ പുറത്താക്കുക തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി നടപടി മുന്നിൽ കണ്ട നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് പത്മകുമാർ ശ്രമിക്കുന്നതെങ്കിലും വഴങ്ങേണ്ട എന്ന് തന്നെയാണ് CPM-ന്റെ നിലപാട്. ആത്മകഥ എഴുതി ഉന്നതരിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടിയാലും അവഗണിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പത്മകുമാർ ആത്മകഥ എഴുതട്ടെ എന്നും പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിനെയൊന്നും ബാധിക്കില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ പ്രതികരിച്ചത്. ഇന്നത്തെ കാലത്ത് ആത്മകഥ എഴുതുന്ന ഒരു പൊതുവെയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മകഥ എഴുതുന്നുണ്ടല്ലോ, അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനമായിട്ട് വരികയും അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യം. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, അതുതന്നെയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. മുൻപ് വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പത്മകുമാറിനെതിരെ നടപടിയില്ല ന്യായീകരിച്ചുകൊണ്ടിരുന്നയാൾ ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു, നടപടി ഉറപ്പായി എന്ന മട്ടിൽ. പിണറായി വിജയനും അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും സമ്മർദ്ദമൊന്നും ഫലം കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നടപടിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വിനീത, നടപടി ഒഴിവാക്കൽ എന്നത് ഈ ഘട്ടത്തിൽ ഏതായാലും അസാധ്യമാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലടക്കം പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് എന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു പ്രധാനപ്പെട്ട തിരിച്ചടിയായി CPM-നെ സംബന്ധിച്ചിടത്തോളം മാറിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ഇതിനകം തന്നെയുണ്ട്. ഇതിനകം തോൽവി വിലയിരുത്താനുള്ള വിവിധങ്ങളായ ഘടകങ്ങളിൽ നടന്ന ചർച്ചയിൽ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വന്നിട്ടുമുണ്ട്. അതേസമയം പത്മകുമാർ ഒരു സമ്മർദ്ദ നീക്കം നടത്തുന്നു എന്ന കാര്യം CPM-ന് മുന്നിൽ വ്യക്തമാണ്. അവർ ആ കാര്യം പരസ്യമായി തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിൽ സമ്പൂർണ്ണമായി തള്ളാൻ കഴിയുമോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം പത്മകുമാറിനെ പോലെ ഒരാൾ പാർട്ടിക്ക് പുറത്തേക്ക് വന്ന് കുറേയേറെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാൽ അതിനെ CPM-ന് എങ്ങനെ നേരിടാൻ കഴിയും? അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ വസ്തുത എന്ത്, വസ്തുതാവിരുദ്ധമായ കാര്യം എന്ത് എന്ന ചോദ്യത്തിനപ്പുറം രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാക്കിയ തിരിച്ചടി തുടർന്ന് അങ്ങോട്ടേക്ക് കൂടുതൽ ആഘാതമേൽപ്പിക്കാൻ അതിന് കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനെ പ്രതിപക്ഷ നേതാവും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഇതിൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോഴും, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി കുറെ കൂടി വ്യക്തിപരമായ അടുപ്പം പുലർത്തിയിരുന്ന ആൾ കൂടിയാണ് പത്മകുമാർ. ആ ഒരു അടുപ്പം കൂടി പരിഗണിച്ചാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വരുന്നതും. പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളിൽ അദ്ദേഹം ഈ രൂപത്തിലൊരു സമ്മർദ്ദ നീക്കം നടത്തുമ്പോൾ പാർട്ടി എന്ന നിലയ്ക്ക് അതിനെ പരസ്യമായി തള്ളിപ്പറയുന്നുണ്ട് എങ്കിൽ കൂടിയും അദ്ദേഹം പല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് യുവതീ പ്രവേശന ഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ അന്ന് തനിക്ക് അവിടെ ആക്സസ് ഉണ്ടായിരുന്നില്ല, മറ്റു ചിലരായിരുന്നു അവിടെ ആ ഘട്ടത്തിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്ന നിലയ്ക്ക് സുഹൃത്തുക്കളോട് പറയാൻ ശ്രമിച്ച കാര്യം, അതുകൂടാതെ ഒരു മുൻ മന്ത്രിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ സൂചനകൾ പുറത്തേക്ക് വരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കാരണം എന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു പ്രതികരണം എന്നത് നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഒരു സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തിനാണ് ആ സൂചനകൾ പുറത്തേക്ക് വരുന്നത്? അത് സമ്മർദ്ദ നീക്കമാണ്. ഇങ്ങനൊരു വിഷയത്തിലാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ പാർട്ടി നടപടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകും, നടപടി തന്നെ ഉണ്ടാകും. പക്ഷെ ആ വിഷയത്തെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് പാർട്ടി ഇപ്പോൾ ഒരു ചെറിയ പ്രതിരോധത്തിലാണോ എന്ന കാര്യത്തിൽ ഒരു തർക്കം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ശരി, അതാണ് സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.